ജനിച്ച അന്ന് മുതൽ കണ്ട പോലെയാണ്. കാരണം ജാക്കി ചാൻ്റെ മാസ്റ്ററിൻ്റെ പോലെ വിളിയിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ മാസ്റ്ററായി മാറട്ടെ. എല്ലാവരും അടുത്താണ്. ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ടുള്ളവരാണ്. എന്നെ കൊണ്ട് വരെ പാടിപ്പിച്ചു. മംഗ്ലീഷിലെ ദുൽഖറിനൊപ്പം മംഗ്ലീഷോ എന്നുള്ള പാട്ട്. പിന്നെ സിദ്ദിഖ എൻ്റെ അഭിനയത്തിൽ ചിലരെ ഞാനങ്ങനെ കാണുന്നവരുണ്ട് ഗുരുക്കന്മാരായിട്ട്. എല്ലാ സിനിമ ഇറങ്ങിയാലും ആകെ ഒരു സ്റ്റാറിനെ വിളിക്കാറില്ല, സിദ്ദിഖിനെ വിളിക്കാറില്ല, വേറെ ആരും വിളിച്ച് പറയാറില്ല. അൻവർ റഷീദും അമ്പൽ എന്നൊക്കെ പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ. രണ്ട് ധ്രുവങ്ങളിലായിരുന്നു, രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ അടുത്ത് വൈറലായിരുന്നു. അമലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത്, ഞാൻ മിമിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത്. ജിനു ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. പട്ടാളക്കാരായിരുന്നു. പക്ഷേ മാർച്ച് പാസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 6 അടിയുള്ള ആൾക്കാർ. ലാസ്റ്റ് ലാൽജോ സാർ പുറകെ പിടിച്ച് നിർത്തി. കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും. ഒരു ബന്ധമില്ല. ഞാൻ മിലിറ്ററി അല്ല മിമിക്രി അന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അടുത്ത ആൾക്കാരാണ്. സലാം ബുക്കാരിക്ക് എല്ലാ വിശ്വസം നേരുന്നു. എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് ബാസി പോയാൽ ബാസി ഉണ്ട്, അയ്യോ മൈ ബ്രദർ. അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. വീക്കെൻഡിൻ്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക് ആദ്യത്തെ ഇലക്ട്രോണിക്. ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. ഇതാരാന്നുള്ളത് എനിക്ക് തോന്നുന്നു മാത്യു തന്നെ ആയിരിക്കും. വോൾവറിൻ, മലയാളത്തിൻ്റെ ഒരു വോൾവറിനായിട്ട് മാറട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലസ്. ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു. അനിൽ രാധാകൃഷ്ണൻ വേണം. ചാച്ചു, നമ്മളെല്ലാം ചാച്ചു എന്ന് വിളിക്കാം. അദ്ദേഹത്തിന് വരാനിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്സെറ്റായി. എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയരുതെന്നും പറഞ്ഞു. എൻ്റെ അടുത്ത് എന്നെ പേടിയെ വിളിക്കും, ഞാനത് വിളിച്ച് പറയുമെന്നുള്ളത്. ചെറിയൊരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലസ്. ഇൻഷാല്ലാ നന്നായിട്ട് വരട്ടെ. സലാം ബുഖാരി. ബാസ് ബുഖാരി എന്നാണ് പറഞ്ഞത്. ഹോട്ടലിൻ്റെ പേരാണ്. ബുഖാരി അല്ലേ ശരിക്കും? ഇന്ത്യക്കാരനാണ് ശരിക്കും? ഇന്ത്യൻ അല്ലേ? അല്ല, ഞാൻ ശ്രദ്ധിക്കാറുണ്ടല്ലേ. ഇവിടെ നിന്നാ വന്നത്, ഒരു ഏരിയനൊക്കെ വന്ന പോലെയാണ്. പെട്ടെന്ന് നമ്മുടെ മുന്നിൽ അണ്ണൻ തമ്മില് ഫാദറിന്റെ. ഞാൻ ഒരു കഥ കൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ റഷീദാണ്. കാരണം എന്നെ ബോഡി ടർലായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്മിയിൽ എന്നെ വിളിച്ചു. അപ്പോൾ അൻവർ പറഞ്ഞു, ഞാനൊന്നും ഇട്ടോ മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത്, അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ളൂ. മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവല്ല. അണ്ണൻ മമ്മൂക്കയാകുമ്പോൾ ഞാൻ തമ്പിയാവും, തമ്പി മമ്മൂക്ക പോകുമ്പോൾ ഞാൻ അണ്ണനാവും. അങ്ങനെ ഫ്രണ്ടിൽ മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടിൽ, അന്ന് അസോസിയേറ്റ് ആണ് സലാം ബുക്കാരി, അവിടെ നിന്ന് ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കഥ അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ സുരാജിൻ്റെ മോനാണ് കൊച്ചായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ, അത് ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുക്കാരി അത് തിരിച്ചു മേടിച്ചു. മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയാണ്. അപ്പം ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി, കാരണം ചീത്ത പറയാണ്. പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത്. കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ഓടി എത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിന് പറഞ്ഞിട്ട് അന്ന് കിളി പോയതാണ്. അതാണ് കുറച്ച് വൈകിയത് സിനിമ എടുക്കാൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു. ദുൽഖറിന് ഉടപ്പുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ്. അൻവറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പക്ഷെ അത് നടന്നില്ല. ഇത് ഫസ്റ്റ് ഫിലിമായി. ഇനി നമുക്കത് സെക്കൻഡ് ഫിലിം ആയിട്ടാണ് അല്ലേ? അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ. കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ സിനിമയിൽ, ഈ സിനിമയിൽ ഞാനില്ല, പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടക്കും. ഒന്നുകൂടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം നല്ല സ്റ്റാമിലി, നല്ല വോയിസ്, ഓക്കെ അല്ല, ഞാൻ ഭയങ്കര രസമായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ.